Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSലെ 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലിവിങ് സേഫ്ലി എന്ന യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് നോട്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഗെയിംസ് ദാറ്റ് യു പ്ലേ ഇൻ ഗ്രൂപ്പ്? നിങ്ങൾ കൂട്ടമായി കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ്? ഓക്കെ, ഹൈഡ് ആൻഡ് സീക്ക്, ക്രിക്കറ്റ്, ഫുട്ബോൾ, കുളങ്കര, പോലീസ് ആൻഡ് തീഫ്. ഇത് മാത്രമല്ല, ഇനി ഒരുപാടുണ്ട്, കുറച്ചെണ്ണത്തിൻ്റെ പേര് അവിടെ കൊടുത്തുവെന്നേ ഉള്ളൂ. ദെൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ്? ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ്, നന്നായിട്ട് ദേഹം അനങ്ങി കളിക്കുന്ന കളികൾ കൊണ്ടുള്ള ബെനഫിറ്റ്സ്, ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഇംപ്രൂവ് മെൻ്റൽ സ്ട്രെങ്ത്, ബോഡി ഗെറ്റ്സ് എനർജി, ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ഇൻ സ്റ്റഡീസ്. അപ്പോൾ ഫിസിക്കലായിട്ട് ഫിറ്റ് ആവും, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാവും, ബോഡി ഗെറ്റ്സ് എനർജി, പിന്നെയോ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടും. ദെൻ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ അവർ ഹെൽത്ത്? അപ്പോൾ കളി കൂടാതെ മറ്റെന്തൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് നന്നാവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്? ഹെൽത്തി ഫുഡ് ഹാബിറ്റ്, സഫിഷ്യൻറ്റ് സ്ലീപ്പ്, പ്രോപ്പർ എക്സസൈസ്. വാട്ട് ആർ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്? നല്ല ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? ഈറ്റിംഗ് ഫുഡ് വിത്ത് റിച്ച് ന്യൂട്രിയൻസ്, ഇൻക്ലൂഡിംഗ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, പൾസസ്, സെറൽസ്, എക്സെട്ര ഇൻ അവർ ഡയറ്റ്. ഡ്രിങ്കിങ് മോർ വാട്ടർ. ഹൗ ഡു സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് എഫക്റ്റ് അവർ ഹെൽത്ത്? ഉറക്കം എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? സ്ലീപ്പിംഗ് ഹെൽപ്സ് അവർ ബോഡി ടു ബി റിഫ്രഷ്ഡ്. ഇറ്റ് ഹെൽപ്സ് അവർ ബ്രെയിൻ ആൻഡ് ബോഡി ഓർഗൻസ് ടു ഫങ്ഷൻ വെൽ. ഗുഡ് സ്ലീപ്പ് വിൽ ഹെൽപ്പ് ടു ഗെറ്റ് എനർജി ടു ഡു വർക്ക്. ഇറ്റ് റെഡ്യൂസസ് ഫാറ്റീഗ്. അപ്പോൾ സ്ലീപ്പിംഗ് നമ്മുടെ ബോഡിയെ റീഫ്രഷ് ആക്കും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും ബോഡി പാർട്സിനെയും ഒക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഇറ്റ് ഗിവ്സ് എനർജി, അല്ലെ, എനർജി തരും. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ഫാറ്റീഗ്, ക്ഷീണം മാറ്റും. ദെൻ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക് ഓർ ക്ലോത്ത്സ്? വിവിധ തരം തുണികൾ. കോട്ടൺ, റയോൺ, പോളിസ്റ്റർ, വൂൾ, നൈലോൺ, എക്സെട്ര. ദെൻ വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ദ ക്ലോത്ത്സ് ദാറ്റ് വി വിയർ ഡ്യൂറിങ് സമ്മർ ഹാവ്? അപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ ധരിക്കുന്നത്, ചൂടുകാലത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കണം? ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. അപ്പോൾ അത് ഈ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ വേർപ്പൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വലിച്ചെടുത്ത് നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സായിരിക്കണം. ദേ ഷുഡ് ബി ഇൻ്റർവീവ് ഗ്യാപ്സ് ടു എൻഷുർ ഫ്ലോ ഓഫ് എയർ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എയർ കടക്കുന്ന തരത്തിൽ തുണികൾക്കിടയിൽ എന്ത് വേണം? ഗ്യാപ്സ് ഉണ്ടായിരിക്കണം, അല്ലെ, നൂലുകൾക്കിടയിൽ ഗ്യാപ്സ് ഉണ്ടായിരിക്കണം. ദെൻ ലൈറ്റ് കളർ ഡ്രസ് ഷുഡ് ബി വോർ. ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സ് വേണം വേനൽക്കാലത്ത് ഇടാൻ. ദെൻ വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ദ ക്ലോത്ത്സ് ദാറ്റ് വി വിയർ ഡ്യൂറിങ് റെയിനി സീസൺ ഹാവ്? അപ്പോൾ മഴക്കാലത്ത് എങ്ങനെയുള്ള ഡ്രസ്സാണ് ഇടേണ്ടത്? ക്ലോത്ത്സ് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി, അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് വരേണ്ടത്. അടുത്ത നോക്കാം. ദ ഷീപ്പ് ആൻഡ് ദ പോളാർ ബിയർ ദാറ്റ് ലിവ് in colder climates have a thick coat of fur that helps them survive the cold. For penguins, their feathers protect them from the cold. The layer of fat under the skin of the creatures found in such area also protect them from cold. അപ്പോൾ ഈ തണുപ്പിൽ നിന്ന് ഈ ചെമ്മരിയാടിനെയും പോളാർ ബിയറിനെയും സംരക്ഷിക്കുന്നത് അതിൻ്റെ ആ രോമമാണ്, അല്ലേ. അതിൻ്റെ രോമം നമുക്കറിയാം, നല്ല തിക്ക് കോട്ട് പോലെയുള്ള ഫറാണ്. അതുപോലെ തന്നെ പെൻഗ്വിൻസിനെ സഹായിക്കുന്നവരാ? അതിൻ്റെ ഫെതേഴ്സാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വെൻ വി വാക്ക് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്? അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഇനി കുറച്ച് റോഡ് നിയമങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, വലതുവശത്തു കൂടി നമ്മൾ നടക്കണം. ഡോണ്ട് വാക്ക് ക്ലട്ടേർഡ്, ഇങ്ങനെ ചിന്നിച്ചെതറി നടക്കാൻ വേണ്ടി പാടില്ല. വാക്ക് ഓൺലി അലോങ് ദ ഫുട് പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ റോഡിൽ ഫുട് പാത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രം നടക്കുക. ക്രോസ് ദ റോഡ് ഓൺലി ത്രൂ ദ സീബ്ര ലൈൻ. അപ്പോൾ റോഡ് കിടക്കണമെങ്കിൽ സീബ്ര ലൈൻസിലൂടെ മാത്രം റോഡ് കിടക്കുക.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ്? നമ്മൾ എന്തിനാണ് റൈറ്റ് സൈഡിലൂടെ തന്നെ നടക്കണമെന്ന് പറയുന്നത്? ദർ ആർ മോർ ചാൻസസ് ഫോർ ആക്സിഡൻറ്റ് വെൻ വി വാക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. We can see vehicles coming from opposite side when we walk along the right side. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അവിടെ ആക്സിഡൻറ്റിൻ്റെ ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വെഹിക്കിൾസിനെ കൃത്യമായി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി വരുമ്പോൾ മാറിക്കൊടുക്കാനൊക്കെ പറ്റും. അതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റൈറ്റ് സൈഡിലൂടെ നടക്കുന്നത്. ദെൻ വൈ ആർ സീബ്ര ലൈൻസ് മാർക്ക്ഡ് ഓൺ ദ റോഡ്? റോഡിൽ എന്തിനാണ് സീബ്ര ലൈൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത്? സീബ്ര ലൈൻസ് ആർ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ്. സീബ്ര ലൈൻസ് എന്തിനാ? പെഡസ്ട്രിയൻസ്, അതായത് കാൽനടക്കാർക്ക്, നടന്നു പോകുന്നവർക്ക് റോഡ് കടക്കാൻ വേണ്ടിയിട്ടാണ് സീബ്ര ലൈൻസ്. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾ? ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോണ്ട് ലീപ്പ് ഇൻ ടു എ മൂവിങ് വെഹിക്കിൾ ടു ഗെറ്റ് ഓൺ. അപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പാടില്ല. ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ വെഹിക്കിൾ സ്റ്റോപ്പ് മൂവിങ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് എപ്പോഴേ ഇറങ്ങാൻ പാടുള്ളൂ? വണ്ടി നിർത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ഡോണ്ട് പുട്ട് ഹെഡ് ഓർ ഹാൻഡ്സ് ഔട്ട്സൈഡ് ദ വെഹിക്കിൾ. വണ്ടിയിൽ നിന്ന് തലയോ കൈയോ പുറത്തിടാൻ പാടില്ല. ഡോണ്ട് സ്പിറ്റ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ. ഓടുന്ന വണ്ടിയിൽ നിന്ന് തുപ്പാൻ വേണ്ടി പാടില്ല. ഡോണ്ട് സ്റ്റാൻഡ് നിയർ ദ ഡോർ. വാതിലിൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ്? റോഡ് ആക്സിഡൻറ്റ്സിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓവർ സ്പീഡ്, കെയർലെസ് ഡ്രൈവിംഗ്, ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്, നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ, യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, അൺസേഫ് റോഡ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ് ഓഫ് ദ ഡ്രൈവർ. ഇതൊക്കെയാണ് കാരണം. അതായത് ഓവർ സ്പീഡ്, പിന്നെയോ കെയർലെസ് ഡ്രൈവിംഗ്, ഡ്രൈവർ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചാൽ. ദെൻ ഡിസ്റിഗാർഡിങ് വാർണിംഗ് സൈൻ ബോർഡ്. അപ്പോൾ ഒരുപാട് സൈൻ ബോർഡ്സ് ഉണ്ട് അല്ലേ നമ്മുടെ റോഡിൽ, അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയാൽ. അതുപോലെ തന്നെ നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ ശരിക്കും ശ്രദ്ധിക്കാതെ പോയാൽ. ദെൻ യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അൺസേഫ് റോഡ്, സുരക്ഷിതമല്ലാത്ത റോഡുകൾ. അതുപോലെ ഇൻഎക്സ്പീരിയൻസ് ഓഫ് ദ ഡ്രൈവർ, അധികം ഡ്രൈവ് ചെയ്ത് ശീലമില്ലാത്ത അല്ലെങ്കിൽ ഡ്രൈവറുടെ പരിചയക്കുറവ്. ഇതൊക്കെയാണ് റോഡ് ആക്സിഡൻസിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ദെൻ ട്രാഫിക് സിഗ്നൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റെഡ് സ്റ്റോപ്പ്, യെല്ലോ പ്രിപ്പയർ ടു പിക്ക് അപ്പ് ദ വെഹിക്കിൾ അല്ലേ, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം അല്ലേ, നമുക്ക് റെഡി ആവാം. ദെൻ ഗ്രീൻ പ്രൊസീഡ്, യു ക്യാൻ ഗോ. ട്രാഫിക് സൈൻ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളാം. ഓരോ ട്രാഫിക് സൈൻസും ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഏതാണെന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ട്രാഫിക് സിഗ്നൽസ്, ട്രാഫിക് സൈൻസ്. ഓക്കെ, ദെൻ വാട്ട് യു ഷുഡ് ഡു വെൻ യുവർ ലെഗ് ഈസ് ഇഞ്ചേർഡ്. അടുത്ത് നമ്മളിനി കുറച്ച് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇഞ്ചേർഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് യു ഷുഡ് ഡു വെൻ യുവർ ലെഗ് ഈസ് ഇഞ്ചേർഡ്. നിങ്ങളുടെ കാലിന് പരിക്ക് പറ്റിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം? വാഷ് ദ വൂണ്ട്, റേസ് ദ ഇഞ്ചേർഡ് ലെഗ്, റാപ്പ് ദ വൂണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത്, കൺസൾട്ട് എ ഡോക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വൂണ്ട്, മുറിവ് എന്ത് ചെയ്യുക? കഴുകുക. അതിനുശേഷം മുറിവ് പറ്റിയ കാൽ ഉയർത്തിപ്പിടിക്കുക, കോട്ടൺ ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. ദെൻ വാട്ട് ആർ ബെനിഫിറ്റ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? ഹെൽപ്പ് ടു ലിമിറ്റ് പാത്തജൻസ് ഫ്രം റീച്ചിങ് ദ വൂണ്ട് ആൻഡ് ഹെൽപ്പ് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. അപ്പോൾ അണുക്കൾ ഉള്ളിലേക്ക് കടക്കുന്നത്, വൂണ്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നു അല്ലേ, അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്, ചോര വരുന്നത് നിൽക്കാൻ സഹായിക്കുന്നു. ഇനി വാട്ട് ഈസ് ദിസ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു പേഴ്സൺ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിങ് എക്സ്പേർട്ട് മെഡിക്കൽ കെയർ. അപ്പോൾ എക്സ്പേർട്ട് മെഡിക്കൽ കെയർ കിട്ടുന്നതിന് മുന്നേ നമ്മൾ പെട്ടെന്ന് ഒരു ആൾക്ക് വേണ്ടി ചെയ്യുന്ന കെയറാണ് ഇത് ഫസ്റ്റ് എയ്ഡ്.
ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രൂയിസസ്. ബ്രൂയിസസ് എന്ന് പറഞ്ഞാൽ ചതവ് അല്ലേ. അപ്പോൾ ചതവ് പറ്റിയാൽ എന്ത് ചെയ്യണം? പ്ലേസ് ക്ലോത്ത് സോക്ക്ഡ് ഇൻ കോൾഡ് വാട്ടർ ഓർ ഐസ് പാക്ക് ഓൺ ദ എഫക്റ്റഡ് ഏരിയ. ദിസ് വിൽ അലീവിയേറ്റ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഏത് ഭാഗത്താണോ അവിടെ എന്ത് ചെയ്യുക? നന്നായിട്ട് ഐസ് പാക്ക് അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ കോൾഡ് വാട്ടറിൽ മുക്കി വെച്ച തുണിയെടുത്ത് വെക്കാം. അപ്പോൾ അത് വേദന കുറക്കാൻ നമ്മളെ സഹായിക്കും. ആൻഡ് ഹൗവർ ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ, നല്ല ഒരു പൊട്ടലാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് നെസസറി ടു കൺസൾട്ട് എ ഡോക്ടർ. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമാണ്. ബിഫോർ ദാറ്റ്, ഡോക്ടറെ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ദ എഫക്റ്റഡ് പാർട്ട് ഷുഡ് ബി ടൈഡ് വിത്ത് എ വുഡൻ സ്കെയിൽ. അപ്പോൾ ഇത് വേദന ബാധിച്ച ഭാഗത്ത് എന്ത് ചെയ്യുക? ഫ്രാക്ചർ വന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? ഒരു വുഡൻ സ്കെയിൽ വെച്ച് കെട്ടിക്കൊടുക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ് ദ പാർട്ട് സ്റ്റേബിൾ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കൈ ആണെങ്കിൽ കൈ സാധാരണ പോലെ തന്നെ നിൽക്കാൻ വേണ്ടി സഹായിക്കും. അല്ലെ കുറേ ലേറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ ആ കൈയെ പിന്നെ വീണ്ടും പഴയതുപോലെ യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 21. വാട്ട് ആർ ദ തിങ്സ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? സിസേഴ്സ്, കോട്ടൺ, ക്ലോത്ത്, ബാൻഡേജ്, സോപ്പ്, പിൻ. ദെൻ what are the situations in our daily life in which first aid should be given? Fainting, burn and choking. ഇത്രയും കാര്യങ്ങൾക്കാണ് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദെൻ ഇനി അടുത്തത് പ്ലീസ് ഡോണ്ട് ഡു. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ഡോണ്ട് റബ് യുവർ ഐസ് ഇഫ് ഡസ്റ്റ് ഫാൾ ഇൻ ടു ദം. അപ്പോൾ നമ്മുടെ കണ്ണുകളിൽ പൊടി വീണിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല? വി ഷുഡ് നോട്ട് റബ് ദം. ദെൻ ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ദ ഇയർ. ചെവിയിലേക്ക് സാധനങ്ങളൊന്നും കയറ്റാൻ വേണ്ടി ഇടാൻ വേണ്ടി പാടില്ല. അവിടെ നോക്കുക, ഒരു കുട്ടി പെൻസിൽ ഇങ്ങനെ ഇട്ട് തിരിക്കുന്നല്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല. ദെൻ ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് എ സ്വെല്ലിംഗ് ഡോണ്ട് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി. അപ്പോൾ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ എവിടെയും വെച്ച് ഇടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി. അതിനെ ശക്തമായി തടാൻ വേണ്ടി പാടില്ല. ദെൻ വിക്ടിംസ് ഓഫ് ആക്സിഡൻറ്റ് മേ ഹാവ് ഫ്രാക്ചേഴ്സ് ഇൻ ദെയർ ബോൺസ് ഡോണ്ട് ലിഫ്റ്റ് ദം അപ്പ് സഡൻലി. അപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയവരുടെ ബോൺസ്, എല്ലുകൾക്ക് എന്തുണ്ടാവും? ചിലപ്പോൾ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് അവരെ എന്ത് ചെയ്യാൻ പാടില്ല? പെട്ടെന്നങ്ങ് എണീപ്പിക്കാൻ വേണ്ടി പാടില്ല. ദെൻ ഡു നോട്ട് യൂസ് ടൂത്ത് പേസ്റ്റ്, ഹണി എക്സെട്ര ഓൺ ബേൺസ്. പൊള്ളലേറ്റ ഭാഗങ്ങളിൽ ടൂത്ത് പേസ്റ്റോ തേനോ ഉപയോഗിക്കാൻ പാടില്ല. ദെൻ ഡോണ്ട് റബ് ഓർ അപ്ലൈ ഹീറ്റ് ഓൺ ബ്രൂയിസസ്. അപ്പോൾ ചതവിന് എന്ത് ചെയ്യാൻ പാടില്ല? തടവാനോ അതുപോലെ തന്നെ ചൂട് പിടിക്കാനോ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൂടാത്ത, അല്ലെങ്കിൽ നമ്മൾ ഷുഡ് നോട്ട് ഡു, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ദെൻ ഇഫ് സ്റ്റങ് ബൈ ഇൻസെക്ട്സ് സച്ച് ആസ് ബീ. അപ്പോൾ തേനീച്ച പോലുള്ള ഇൻസെക്ട്സ്, പ്രാണികൾ കടിച്ചാൽ എന്ത് ചെയ്യണം എന്നാണ് നോക്കുന്നത്. കെയർഫുള്ളി റിമൂവ് ദ സ്റ്റിങ്. അപ്ലൈയിങ് ടു മച്ച് ഫോഴ്സ് ഓൺ ദ പാർട്ട് വേർ ഇറ്റ് സ്റ്റങ് can cause the poison to go further into the body. Get to the hospital immediately as this can cause serious health issues. അപ്പോൾ ഇതുപോലുള്ള ഇൻസെക്ട്സ് കുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് അതിൻ്റെ ആണി, ഈ ബീസിൻ്റെ കടിക്കുന്ന ഭാഗത്ത് ഒരു ആണിയുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ശ്രദ്ധാപൂർവം എടുത്ത് കളയുക. ഇനി അവിടെ നല്ലോണം തിരുമ്പിയാൽ അല്ലെങ്കിൽ നല്ലോണം കൈകൊണ്ട് ഫോഴ്സ് ചെയ്ത് നമ്മൾ റബ്ബ് ചെയ്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ പോയ്സൺ, വിഷം നമ്മുടെ ബാക്കി ബോഡി പാർട്സിലേക്കും പരക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗോ ടു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി, അല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ദെൻ അടുത്ത നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോണ്ട് ആക്സെപ്റ്റ് ഗിഫ്റ്റ് ഓർ സ്വീറ്റ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങളോ അതുപോലെ തന്നെ
പലഹാരങ്ങളോ സ്വീറ്റ്സോ മുട്ടായികളോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. ഇനി രണ്ടാമത് നോക്കിയേ, ഒരു കുട്ടി മറ്റൊരു കുട്ടി ഇങ്ങനെ വലിക്കുന്നുണ്ട് അല്ലേ. നോക്കാം, ഡോണ്ട് അലൗ എനി വൺ ടു ടച്ച് യു ഇൻ എ വേ ദാറ്റ് യു ഡോണ്ട് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരും നിങ്ങളെ തൊടാൻ നിങ്ങളെ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത നോക്കാം, യു ഷുഡ് സ്ട്രോങ്ലി സേ നോ ഓർ ഡോണ്ട് ഇൻ സിറ്റുവേഷൻ വേർ ഇറ്റ് ഈസ് നെസസറി. നോ എന്ന് പറയേണ്ട അല്ലെങ്കിൽ ഡോണ്ട് വേണ്ട ചെയ്യണ്ട എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വേണ്ട എന്ന് തന്നെ പറയണം. Then you should make your objection clear if someone touches your body part in a way that is uncomfortable to you. You should also talk frankly about this to your parents or teachers. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരെങ്കിലും നിങ്ങളെ തൊടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ അതിന് അനുവദിക്കാതെ അവരെ എതിർക്കണം. ആൻഡ് യു ഷുഡ് ഓൾസോ ടോക്ക് ഇറ്റ് ടു ഓർ ടെൽ ഇറ്റ് യുവർ പാരൻസ് ഓർ ടീച്ചേഴ്സ്. അത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ നിർബന്ധമായിട്ടും പറയണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.